ഇന്ത്യക്കൊരാത്മാവുണ്ടെങ്കിൽ ഇന്നത് കൊച്ചി ഇടപ്പള്ളിയിലെ ആരതിയുടെ രൂപമായിരിക്കും. എനിക്കും അഭിമാനം. കാരണം ആ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലാണ് ഞാനും ജീവിക്കുന്നത്. സ്വന്തം അച്ഛൻ അക്രമികളുടെ വെടിയേറ്റ് കൺമുമ്പിൽ പിടഞ്ഞു വീണിട്ടും വികാരങ്ങൾക്കടിമപ്പെടാതെ, തളർന്നു വീഴാതെ, മതഭ്രാന്തന്മാർക്ക് രാജ്യത്തെ വിട്ടുകൊടുക്കാതെ പക്വതയുടെ പുറത്തു വന്ന ആ വാക്കുകൾ പലയാവർത്തി ഞാൻ കേട്ടു. മുസാഫിറും സമീറും സഹോദരങ്ങളായി എനിക്കടുത്ത് നിലയുറച്ചിരുന്നു. മോർച്ചറിയിൽ കൂട്ടിരുന്നു. കാശ്മീരിൽ വെച്ച് എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോഴും അവിടെ നിന്ന് എനിക്ക് 2 സഹോദരന്മാരെ ലഭിച്ചു. ഒന്ന് നോക്കൂ, കലിമ ചൊല്ലാൻ പറഞ്ഞും പേര് ചോദിച്ചും ഭീകരർ ആളുകളെ വധിക്കാൻ തീരുമാനിച്ചതിന് പിറകിൽ ഈ നാടിൻ്റെ, നമ്മളുടെ രാജ്യത്തിൻ്റെ സാഹോദര്യം തകർക്കുക എന്ന ഒരൊറ്റ ആശയവും ആഗ്രഹവും മാത്രമേ ആ ഭ്രാന്തന്മാർക്കുണ്ടായിരുന്നുള്ളൂ. വെടിയുണ്ടകൾക്ക് മുമ്പിലും ആരതിയും മുസാഫിറും സമീറിനെയും പോലെയുള്ള മനുഷ്യർ അതിനെ പ്രതിരോധിക്കുന്നു എന്നതാണ് അഭിമാനിക്കേണ്ടത്. ആ കാഴ്ച എത്ര നിരാശയുള്ളതാണെങ്കിലും നമ്മുടെ ഹൃദയം കുളിർപ്പിക്കും. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പലവട്ടം ചൊല്ലിയ പ്രതിജ്ഞ ഒരിക്കൽ കൂടി വൈകാരികമായി മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ആ വാക്കുകൾ ഇനി ഞാൻ കേൾക്കുമ്പോൾ ആരതിയുടെ മുഖം മനസ്സിൽ തെളിയും. നാം പ്രത്യേകിച്ച് കേരളീയർ വിദ്യാഭ്യാസമുള്ളവരാണ്. യുദ്ധമുണ്ടായാൽ അതവിടെയല്ലേ എന്ന് പറയരുത്. നമ്മളെ അത് ബാധിക്കില്ല എന്ന് കരുതരുത്. പട്ടിണി വരും, ജോലിയില്ലാതാവും, വിനോദങ്ങളില്ലാതാകും, നമ്മൾ നമ്മളെ തന്നെ പഴി പറഞ്ഞുകൊണ്ടിരിക്കും. ചിരിച്ച മുഖങ്ങളുണ്ടാവില്ല. രോഗങ്ങൾ മനസ്സിനെയും ശരീരത്തെയും കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് സാഹോദര്യം മറന്ന് സംസാരിക്കരുത്. ചില ആൾക്കാർ പറയും, ചില അവന്മാർ സാഹോദര്യം പറഞ്ഞു വരും, അവന്മാരെ അങ്ങ് അകറ്റിയേക്കണമെന്നുള്ളത്. ഇന്നലെ മുസ്ലിം നാമധാരിയായി എൻ്റെ സുഹൃത്തിൻ്റെ ഹോട്ടലിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അവൻ്റെ കണ്ണുകൾ ഇടറുന്നുണ്ടായിരുന്നു. അവൻ്റെ ശബ്ദത്തിൽ പതർച്ചയുണ്ടായിരുന്നു. അവൻ എന്നോട് പറയുകയാണ്, എടാ, എൻ്റെ പേരുള്ള ഒരുത്തനാണല്ലോടാ നിരപരാധിയായി അവരെ കൊന്നൊടുക്കിയത്. നമ്മൾ എന്ത് തെറ്റ് ചെയ്തു? പഴി നമുക്ക്. മനുഷ്യരായി മതത്തിലെ ആചാരങ്ങളും ഇഷ്ടങ്ങളുമൊക്കെ മനസ്സിൽ ഒരു സാധനയായി, ഒരു പീസ്ഫുൾ മൈൻഡിന് മാത്രമായി കൊണ്ടു നടക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. എന്നോടൊപ്പം സ്കൂളിൽ പഠിച്ച മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ, എനിക്ക് പ്രോഗ്രാമുകൾ തരുന്ന, വിദേശങ്ങളിൽ എന്നെ പ്രോഗ്രാമുകൾക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് മുസ്ലിം നാമധാരികളായ എൻ്റെ സുഹൃത്തുക്കൾ, ഇപ്പോഴും കൂട്ടുകൂടുന്ന, സംസാരിക്കുന്ന മുസ്ലിം നാമധാരികളായ ആളുകൾ, അവരൊന്നും ഈ തെറ്റിൻ്റെ, ഇതിൻ്റെ പങ്ക് പറ്റിയവരല്ല. പക്ഷേ വാക്കുകളിൽ, സോഷ്യൽ മീഡിയയിൽ പടച്ചുവിടുന്ന കമൻറ്റുകൾ എത്രത്തോളം ആ നിരപരാധികളായ ആളുകളുടെ മനസ്സിനകത്ത് തുടച്ചു കയറുന്നുണ്ട് എന്നൊന്ന് ചിന്തിക്കുക. ഹിന്ദുവിലുണ്ട് മതഭ്രാന്തന്മാർ, ക്രിസ്ത്യാനിയിലുണ്ട് മതഭ്രാന്തന്മാർ, മുസ്ലിമിലുണ്ട് മതഭ്രാന്തന്മാർ. അതൊന്നും മുസ്ലിമും അല്ല, അതൊന്നും ക്രിസ്ത്യാനിയുമല്ല, അതൊന്നും ഹിന്ദുവുമല്ല. സഹോദരനെ സഹോദരനായി കാണാനും മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ കൂടെ ചേർത്ത് പിടിക്കാനും അവരുടെ ആചാരങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ ബഹുമാനിക്കാനും ഒക്കെ പറ്റുന്നവനാണ് യഥാർത്ഥത്തിൽ മതം ഫോളോ ചെയ്യുന്ന ആളുകൾ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മതം കറുപ്പാണ്. ആ കറുപ്പ് ആസ്വദിക്കാത്തിടത്തോളം കാലം അവർ നല്ല മനുഷ്യരാണ്. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.